ലീനയെ കണ്ണീരിലാഴ്ത്തി ബാലചന്ദ്രൻ്റെ പടിയിറക്കം. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ബാലചന്ദ്രൻ സ്റ്റാലിന് അലീനയെ വിട്ടുകൊടുക്കുകയാണ്. ഇതേ സമയം സ്റ്റാലിൻ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കൊള്ളാമെന്ന്. അപ്പോഴാണെങ്കിൽ ബാലചന്ദ്രൻ ഒരു കാര്യം ഉറപ്പാകുന്നുണ്ട്, അലീന സ്റ്റാലിൻ്റെ കരങ്ങളിൽ സുരക്ഷിതയായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ സ്റ്റാലിനോട് പറയുന്നുണ്ട്, എങ്കിൽ ശരി, അലീനയെ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ പോവാനായിട്ടൊരുങ്ങുകയാണ്. ഇതേ സമയം അലീനയാണെങ്കിൽ ബാലചന്ദ്രനെ കെട്ടിപ്പിടിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം ബാലചന്ദ്രൻ അലീനയോട് പറയാണ്, മോളെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിനക്കെന്നെ എപ്പോൾ കാണണമെന്ന് തോന്നിയാലും എൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു ഫോൺ കോളോ ചെയ്യാവുന്നതാണ്. എനിക്ക് നീ അത്രയും പ്രിയപ്പെട്ടതാണ്. നിന്നെ വിട്ടുപോവുകയല്ല ഈ അച്ഛൻ. നിൻ്റെ ഒരു വിളിപ്പാടകലെ ഈ അച്ഛൻ എപ്പോഴും നിനക്ക് കാവലായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു. എന്തായാലും ധൈര്യമായിട്ടിരിക്കുക, അച്ഛനെ ഇടയ്ക്ക് വിളിക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ കാറിലേക്ക് കയറുമ്പോൾ അലീന ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. ബാലചന്ദ്രൻ്റെയും ഉള്ളൊന്ന് പിടയുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.